ഇതിനെതിരായ അതിശക്തിയായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരും. നല്ല രീതിയിൽ ജനങ്ങളാകെ ജനാധിപത്യപരമായ രീതിയിൽ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങളെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും വേണം എന്നാണ് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ അവര് തന്നെ എങ്ങനെ ആരൊക്കെ അറിയാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഏതായാലും കോൺഗ്രസ് അറിയാതെ നടക്കില്ല, അതാണ് കാര്യം. അതിൻ്റെ ഇപ്പം ഓരോ നേതാവിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ റീത്ത് വെച്ചത്. ആ റീത്ത് വെച്ചതിനെ കൃത്യമായിട്ട് അവർ അപലപിച്ച് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കൂല. അപ്പോൾ നേരത്തെ ബോധപൂർവം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ കാര്യം നടക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് ഓസ്കാർ കൊടുക്കണം, അതായത് പോലീസ് വലയത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നതെന്നാണ്. അപ്പോൾ KSU അതിൽ നിഷേധിക്കുകയാണ്. KSU ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? അല്ല, ആരെങ്കിലും അങ്ങനെ സമ്മതിച്ചു കൊടുക്കുമോ? അതാണ് KSU, അതാണ് കോൺഗ്രസ്, അതാണ് VD സതീശൻ. കളവ് എന്തെല്ലാം പറയാൻ പറ്റുമോ അത് മുഴുവൻ പറയാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നുണജാഥ എന്ന് വെറുതെ പറഞ്ഞല്ല, അതാ കാര്യം. എന്ന് പറഞ്ഞാൽ ഇതെന്തും പറയാം, യാതൊരു തരത്തിലുള്ള കൂസലില്ലായ്മ, എന്നിട്ട് എന്ത് കളവും പറയുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതാണ് കോൺഗ്രസ്, അതാണ് യൂത്ത് കോൺഗ്രസ്, അതാണ് KSU. പഠിപ്പിക്കല്ലേ എല്ലാവരെയും കളവ് പറയാൻ. അത് നേരെ VD സതീശൻ മുതൽ തുടങ്ങല്ലേ കളവ് പറയാൻ വേണ്ടി. ഇതെല്ലാം പകൽ പിടിച്ച പോലെ എല്ലാവരും കണ്ടത് തന്നെയല്ലേ. ഒരു മന്ത്രിക്കെതിരെ നടക്കുന്ന ആദ്യത്തെ ഒരു പ്രതിഷേധം മർദ്ദനമെന്ന് പറയാൻ പറ്റില്ല. മുമ്പ് 2014 മുന്നും ഉമ്മൻചാണ്ടിക്കെതിരെ അല്ലല്ല, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഉമ്മൻചാണ്ടി സ്ത്രീ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. മലയാളത്തിലല്ലേ ഞാൻ സംസാരിച്ചു. ഒരു സ്ത്രീ മന്ത്രിക്കെതിരായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെയില്ല. ആദ്യത്തെ സംഭവമാണ്. റീത്ത് വെക്കുക, കൊല്ലുന്നു പ്രഖ്യാപിക്കുക, എന്നിട്ട് കൊല്ലാനുള്ള ശ്രമം നടത്തുക. അതാ ഉണ്ടായേ.